നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. കൊൽക്കത്ത ബാങ്കോക്ക് ഹൈവേ പദ്ധതി ത്രിരാഷ്ട്ര ഹൈവേ പദ്ധതി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്ത്യ, മ്യാൻമാർ, തായ്ലൻഡ് എന്നീ രാജ്യങ്ങളെ ഈ ഹൈവേ ബന്ധിപ്പിക്കുന്നു. ഹൈവേയുടെ നീളം 2800 കിലോമീറ്ററിലധികം വരും. തായ്ലൻഡിലെ ബാങ്കോക്കിനെ മ്യാൻമാർ വഴി ഇന്ത്യയിലെ കൊൽക്കത്തയുമായി ബന്ധിപ്പിക്കുന്നതിനാലാണ് ഇതിനെ ത്രിരാഷ്ട്ര ഹൈവേ എന്ന പേരിൽ വിളിക്കുന്നത്. ഇന്ത്യയും സൗത്ത് ഏഷ്യൻ നേഷൻസ് അസോസിയേഷൻ തമ്മിലുള്ള വ്യാപാര ബന്ധം മെച്ചപ്പെടുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് മൾട്ടി സെക്ടർ ടെക്നിക്കൽ ആൻഡ് ഇക്കണോമിക് കോർപ്പറേഷൻ്റെ ഭാഗമാണ് ഈ പദ്ധതി. തായ്ലൻഡിലെ കൊൽക്കത്ത ബാങ്കോക്ക് ഹൈവേയുടെ നീട്ടൽ ഏറെക്കുറെ പൂർത്തിയായതായി തായ്ലൻഡിലെ വിദേശകാര്യ ഉപമന്ത്രി വിജയ് ഇസാരഭക്തി സൂചിപ്പിച്ചിരുന്നു. അതേസമയം മ്യാൻമാറിൻ്റെ ട്രൈലാറ്ററൽ ഹൈവേ പൂർത്തിയാക്കാൻ 2-3 വർഷമെടുക്കുമെന്ന് മ്യാൻമാറിൻ്റെ വാണിജ്യമന്ത്രി ഓങ് നെയ് ഓ പറഞ്ഞിരുന്നു. കൊൽക്കത്ത ബാങ്കോക്ക് ഹൈവേ ഇന്ത്യ, മ്യാൻമാർ, തായ്ലൻഡ് രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദ ബന്ധം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സഹകരണമായിരിക്കും. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഹൈവേ പദ്ധതികളിൽ ഒന്നായിരിക്കും ഈ പദ്ധതി. ഇന്ത്യയുടെ ലുക്ക് ഈസി പോളിസിയുടെ ഭാഗമായിരുന്നു പദ്ധതിയുടെ തുടക്കം. 2002 പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചു. മുൻ പ്രധാനമന്ത്രി അന്തരിച്ച അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലായിരുന്നു ഇത്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ഹൈവേ പദ്ധതികളിൽ ഒന്നായിരുന്നു ഇത്. കൂടാതെ പദ്ധതികളിൽ ഉൾപ്പെട്ടിരിക്കുന്ന നിരവധി വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. ഈ വെല്ലുവിളികൾ കാരണം ട്രൈലാറ്ററൽ ഹൈവേ നിർവഹണത്തിൽ വളരെയധികം കാലതാമസം നേരിടുകയും ചെയ്തിരുന്നു. 2027 ഹൈവേ തയ്യാറാകുമെന്നാണ് കരുതുന്നത്. കൊൽക്കത്തയ്ക്കും ബാങ്കോക്കിനുമിടയിൽ ആളുകൾക്ക് തടസ്സമില്ലാതെ കണക്ടിവിറ്റി ആസ്വദിക്കാനാകും. 2002 ഏപ്രിലിൽ മ്യാൻമാർ, തായ്ലൻഡ് മന്ത്രിമാരുടെ യോഗത്തിലാണ് ഹൈവേ നിർദ്ദേശിച്ചത്. ഈ ഹൈവേ തയ്യാറായി കഴിഞ്ഞാൽ ഇന്ത്യയും സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് അസോസിയേഷനും തമ്മിലുള്ള കയറ്റുമതിയിലും ഇറക്കുമതിയിലും വർധനവുണ്ടാകും. സുപ്രധാന നഗരങ്ങൾ തമ്മിൽ ബന്ധിക്കപ്പെടും. സുഖോത്തായ്, മെസോട്ട്, യാങ്കോൺ, മണ്ഡലെ, കലേവ, തമു തുടങ്ങിയ നഗരങ്ങളും ഇന്ത്യയിലെ പല പട്ടണങ്ങളും ബന്ധിപ്പിക്കപ്പെടും. മോറെ, കൊഹിമ, ഗുവാഹത്തി, ശ്രീരാംപൂർ, സിലിഗുരി എന്നീ സ്ഥലങ്ങൾ വഴി കൊൽക്കത്തയിലേക്ക് പോകാനാകുമെന്നാണ് സാധ്യത. കൂടാതെ കംബോഡിയ, ലാവോസ്, വിയറ്റ്നാം എന്നിവിടങ്ങളിലേക്ക് കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി, അയേവാടി, പാവോ ഫ്രായ, മെക്കോങ് സാമ്പത്തിക സഹകരണ തന്ത്രം വഴിയുള്ള കണക്ടിവിറ്റി മെച്ചപ്പെടുത്താൻ ഹൈവേ സഹായിക്കും. ഈ പറയുന്ന എക്സ്പ്രസ് വേ തയ്യാറായി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വിമാനങ്ങളിൽ അധികം ചെലവഴിക്കേണ്ടി വരില്ല. സ്വന്തം വാഹനം ഉപയോഗിച്ച് തന്നെ ബാങ്കോക്കിലേക്ക് എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ സാധിക്കും, നിയമപരമായ രേഖകൾ കൈവശമുണ്ടെങ്കിൽ. ഇതിനോട് അനുബന്ധമായി പുതിയ റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റുകൾ വരും. കൂടാതെ പ്രോപ്പർട്ടിക്ക് വിലകൾ വർദ്ധിക്കും, പ്രത്യേകിച്ച് ഹൈവേക്ക് സമീപമുള്ള പ്രദേശങ്ങളിൽ. മൊത്തം ദൂരം 2800 കിലോമീറ്ററിൽ കൂടുതലായിരിക്കും ഈ ഹൈവേക്ക്. ഈ ഹൈവേയുടെ ഏറ്റവും ദൈർഘ്യമേറിയത് തായ്ലൻഡിലും ഏറ്റവും ചെറിയ പാതയുള്ളത് ഇന്ത്യയിലുമായിരിക്കും.